MTയുടെ കഥകളിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ചിത്രരചന നടത്തിയിരിക്കുന്നത്. MD സാറിൻ്റെ രചനകളുടെ നമുക്കറിയാം, ജ്ഞാനപീഠ ഉൾപ്പെടെ നേടിയിട്ടുള്ള MD സാറ് മലയാളത്തിൻ്റെ എക്കാലത്തെയും അതുല്യനായിട്ടുള്ള ഒരു സാഹിത്യ പ്രതിഭയാണ്. അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെയും കഥകളിലൂടെയുള്ള ഒരു സഞ്ചാരം ചിത്രങ്ങളിലൂടെ നൽകണമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെയൊരു പ്രദർശനം ആദ്യം തീരുമാനിക്കപ്പെട്ടത്. ചിത്രാങ്കണം എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ചിത്രകലാധ്യാപകരുടെ ഒരു ക്യാമ്പ് തിരുവനന്തപുരം വേളിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ചിത്രകലാധ്യാപകരോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളെടുക്കുന്ന ചിത്രം വരയ്ക്കുന്ന ചില അധ്യാപകർ കൂടി അതിൻ്റെ അകത്ത് പങ്കാളികളായിരുന്നു. അങ്ങനെ അന്ന് പങ്കെടുത്ത 30 പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ ചിത്രാങ്കണം എന്നുള്ള പേരിൽ പിന്നീട് വ്യത്യസ്തമായ ഇതുപോലെ പ്രദർശനങ്ങളും കലാപ്രവർത്തനങ്ങളുമായിട്ട് നടത്തി വരുന്നത്. കേരളത്തിൽ കുമാരനാശാൻ്റെ 100ാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയിലെ കതിരൂർ പഞ്ചായത്തിൽ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അത് ഈ ചിത്രാങ്കണം ഗ്രൂപ്പിലുള്ള അംഗങ്ങളാണ് അന്ന് ക്യാമ്പിൽ പങ്കെടുത്തത്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അംബേദ്കർ ചെയറും അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് അംബേദ്കറുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രരചന ക്യാമ്പ് നടത്തുകയുണ്ടായി. അങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിൽ ചിത്രാങ്കണം ഗ്രൂപ്പ് അവരുടേതായ ചിത്ര പ്രദർശനങ്ങളും ക്യാമ്പുകളും നടത്തി വരികയാണ്. MD സാറിൻ്റെ കഥാപാത്രങ്ങൾ, വ്യത്യസ്ത കഥകളിലെ കഥാപാത്രങ്ങളെ ഇവിടെ വരച്ച് കാട്ടപ്പെടുകയാണ്. ചിത്രാങ്കണം ഗ്രൂപ്പിലെ 23 ചിത്രകാരന്മാർ അവരുടെ 2 വീതം രചനകൾ, അങ്ങനെ 46 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പേര് സുരേഷ് ഉണ്ണി. ഞാൻ പുൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനാണ്. ഇതിൽ നമുക്കറിയാം, ഞാൻ എൻ്റെ ചിത്രത്തിന് അടുത്താണ് നിൽക്കുന്നത്. ഇത് MTയുടെ വൈശാലി എന്ന സിനിമ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, വൈശാലിയുടെ ഇന്നത്തെ സ്ത്രീയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് വൈശാലി. കാരണം നമുക്കറിയാം, സ്ത്രീകളെ ഇന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് സ്ത്രീകൾ എല്ലാ സ്ഥലത്തേക്കും ഉയർന്നു വരികയാണ്. പക്ഷേ ആ കാലത്ത് വൈശാലി എന്ന കഥാപാത്രം ഒരു രാജ്യത്ത് മഴ പെയ്യ്ക്കാൻ വേണ്ടി മറ്റൊരു മുനികുമാരൻ്റെ അടുത്ത് പോവുകയും അവിടുന്ന് മുനികുമാരനെ കൂട്ടി ആ നാട്ടിലേക്ക് വന്നാൽ അവിടെ മഴ പെയ്യുന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് കഥ. പക്ഷേ അപ്പോൾ ആ മുനികുമാരൻ അവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ രാജ്യത്തെ രാജ്ഞിയായിട്ട് വാഴിക്കാമെന്നൊക്കെയുള്ള ഒരു കഥയാണ് നമുക്ക് എഴുതിയൊരു കഥ. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം, സ്ത്രീയെ ആ കാര്യം കഴിഞ്ഞപ്പോൾ അവരെ പാടെ ഉപേക്ഷിക്കുന്ന രീതിയാണ് ആ കഥയിൽ. അപ്പോൾ സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിലൊരു പ്രത്യേക ഒരു ആർട്ട് വർക്കായിട്ടാണ് ചെയ്തത്. പിന്നെ ഒരു MTയുടെ ഒരു പോർട്രേറ്റും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് സഹീർ എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ചക്കരക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് മട്ടന്നൂർ സബ് ജില്ലയിലെ GVHSS എടയന്നൂരിലാണ് ഞാൻ ചിത്രകലാ അധ്യാപകനായി വർക്ക് ചെയ്യുന്നത്. ഈ ചിത്ര പ്രദർശനത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് MTയുടെ കഥകളിലെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ചിത്രരചന നടത്തിയിരിക്കുന്നത്. അതിൽ ഞാൻ തിരഞ്ഞെടുത്ത കഥ MTയുടെ ജമന്തി പൂക്കളും
ജനപ്രിയ കഥകൾ എന്ന് പറഞ്ഞ ഒരു കഥാസമാഹാരത്തിൽ നിന്നും ജമന്തിപ്പൂക്കൾ എന്ന് പറയുന്ന കഥയെയാണ് ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ആ കഥ വായിച്ചത്, MTയുടെ കഥകൾ അധികമൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ആരെങ്കിലും പലതും വായിച്ചിട്ട് അത് നീ ഒന്ന് വായിക്കണം എന്ന് പറയുമ്പോൾ വായിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ജമന്തിപ്പൂക്കൾ എന്ന് പറഞ്ഞൊരു പുസ്തകം വാങ്ങുകയും വായിച്ച് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു കഥയാണ് ജമന്തിപ്പൂക്കൾ. അതിലെ നായിക, അതിലെ പ്രധാന കഥാപാത്രമായ ശ്യാമ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു അനുഭവമാണ് ഞാനിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ 21-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട MT സാറിൻ്റെ മകള് അശ്വതി വി നായരാണ് ഈ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് തന്നിട്ടുള്ളത്. 26 വരെയാണ് ഈ ചിത്ര പ്രദർശനം നീണ്ടു നിൽക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ MT സാറിൻ്റെ വ്യത്യസ്ത സാഹിത്യ രചനകളിലെ കഥാപാത്രങ്ങളെയും അതിൻ്റെ അവതരണവും ആണ് ചിത്രങ്ങളിലൂടെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ചിത്ര പ്രദർശനം കാണുമ്പോൾ തന്നെ അറിയാം, ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രങ്ങളുടെ ശക്തിയും ആഴവും എല്ലാം നമുക്ക് ബോധ്യപ്പെടും. അത്തരത്തിലുള്ള രചനകളായിരുന്നല്ലോ MT സാറിൻ്റെ ഓരോ രചനകളും. നമുക്ക് ചിത്രങ്ങളിലൂടെ തന്നെ അത് വായിച്ചെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു രചന ഈ പ്രദർശനത്തിൽ നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ കാഴ്ചക്കാരന് വിടുകയാണ്. ചിത്രാങ്കണത്തിലെ 23ഓളം ചിത്രകാരന്മാരും പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ സന്നിഹിതരായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളിൽ നിശ്ചയിച്ച ഡ്യൂട്ടി പ്രകാരം നിൽക്കുകയാണ്.